പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങളെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു കല്യാണ വീട്ടിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു പോകേണ്ടതായി ഉണ്ട്. യോഹന്നാൻ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നു, ഇപ്പോൾ കോരി, ആമേൻ, പ്രൈസ് ദി ലോർഡ്, വിരുന്ന വഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ ആമെ കൊണ്ടുപോയി കൊടുത്തു. നോക്കിക്കേ, ഇന്ന് പകലിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ആ പോരായ്മകളെ പണിയത ഒരു ദൈവത്തെ നമുക്ക് ഇന്ന് പകൽക്കാലം പരിചയപ്പെടാം. ഉലകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്തത്, ഉലകത്തിൽ ഒരു മനുഷ്യരും ചെയ്യാൻ കഴിയാത്തൊരു അത്ഭുതം കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവ് ചെയ്തു. മഹാത്ഭുതങ്ങളിൽ ഹല്ലേലൂയ, ലോകചരിത്രത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ഒരു ദൈവം. ദൈവപൈതലേ, നിന്റെ പോരായ്മകളെ കണ്ട് ആ പോരായ്മകളെ എടുത്ത് പുറത്തിട്ട് നിന്നെ നാണം കെടുത്തുമെന്ന് പറഞ്ഞ്, നിന്നെ ചവിട്ടത്തേക്കുമെന്ന് പറഞ്ഞ്, നിന്നെ ഭീഷണിപ്പെടുത്തുന്ന, ആമേൻ, നിന്നെ അപവാദം പറയുമെന്ന് പറഞ്ഞ്, നിന്നെ അപവാദിയാക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു പറയുന്നു, നിന്റെ പോരായ്മകളെ ഞാൻ നികത്താൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ നിന്നെ കുറിച്ച് എന്തോ പറയട്ടെ, മനുഷ്യൻ നിന്നെ കുറിച്ച് എന്തോ സംസാരിക്കട്ടെ, ഇന്ന് പകൽക്കാലം നിന്റെ പോരായ്മകളെ കണ്ട് പരിഹരിക്കുന്ന, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 11-ാം വാക്യം പറയുന്നു, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലായിലെ കല്യാണത്തിൽ കാനാവിൽ വച്ച് ചെയ്തു. ആമേൻ. തൻ്റെ അത്ഭുതം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇന്ന് നീ വിശ്വസിക്ക്, നിന്റെ കണ്ണുകൾ തുറക്കട്ടെ. സർവശക്തൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.